കോതമംഗലം മേഖലയിൽ കാട്ടാനയാക്രമണങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ വന്യമൃഗശല്യം മൂലം തീരാ ദുരിതം അനുഭവിക്കുന്ന വടാട്ടുപാറക്കാരുടെ ചങ്കിടിപ്പ് വർദ്ധിച്ചു. വനാതിർത്തിയിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമായി. കുട്ടമ്പുഴ പഞ്ചായത്തിലെ 5 വാർഡുകൾ ഉൾപ്പെടുന്ന വടാട്ടുപാറ എന്ന പ്രദേശം വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമാണ്. തൊട്ടടുത്ത ടൗണായ കോതമംഗലത്തും പഞ്ചായത്ത് ആസ്ഥാനമായ കുട്ടമ്പുഴയിലും എത്താനുള്ള ഏക മാർഗമാണ് റോഡിന് ഇരുവശവും വനമുള്ള ഈ പ്രദേശം. വടാട്ടുപാറ മുതൽ ഭൂതത്താൻകെട്ട് വരെയുള്ള 5 കിലോമീറ്റർ റോഡാണ് വനത്തിലൂടെ കടന്നുപോകുന്നത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ ഈ റോഡിൽ കാട്ടാനക്കൂട്ടം തമ്പടിക്കുന്നത് പതിവാണ്. ജനവാസ മേഖലകളിലെത്തുന്ന കാട്ടാനകൾ കൃഷിയിടങ്ങൾ ചവിട്ടിമെതിക്കുകയാണ്. കാട്ടുപന്നികളും കുരങ്ങും അണ്ണാനും കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ആനകൾ വഴിയാത്രക്കാർക്ക് പേടി സ്വപ്നമാണ്. പന്നിയും മ്ലാവുമെല്ലാം റോഡിന് കുറുകെ ചാടി നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങളുമായി വീടുകളിൽ നിന്ന് പുറത്തു പോകുന്നവർ വൈകിയാൽ തിരിച്ചെത്തുന്നത് ജീവൻ പണയം വെച്ചാണ്. റോഡിനിരുവശവും വളർന്നു നിൽക്കുന്ന കാടും വളവുകളും വാഹനയാത്രക്കാരുടെ കാഴ്ച മറയ്ക്കുന്നതുമൂലം അപകട സാധ്യത കൂടുതലാണ്. നിലവിൽ പരിമിതമായ സ്ഥലത്ത് അടിക്കാട് വെട്ടിമാറ്റിയിട്ടുണ്ടെങ്കിലും ഇത് ഫലപ്രദമല്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും റോഡിനിരുവശവും 30 മീറ്റർ വീതിയിലെങ്കിലും കാട് വെട്ടിമാറ്റി സുരക്ഷിത യാത്ര ഉറപ്പുവരുത്തണമെന്നും കാട്ടാനക്കലിയിൽ ഇനിയൊരു ജീവൻ കൂടി പൊലിയാൻ അനുവദിക്കരുതെന്നും പ്രദേശവാസികളും ജനപ്രതിനിധികളും ആവശ്യപ്പെട്ടു. ഞങ്ങളെ കുടിയേറ്റകാലം മുതൽ വടാട്ടുപാറയിൽ ഞങ്ങളെ പിതാക്കന്മാർ ഉൾപ്പെടെ താമസിച്ചു പോകുന്ന ഗ്രാമവാസികളാണ്. ഞങ്ങൾക്കൊരു 20 വർഷത്തിന് ശേഷം ഇപ്പം ഞങ്ങൾക്ക് ഈ യാത്ര വളരെ ഭയത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പട്ടണത്തിലേക്കൊന്ന് കടന്നു. ഒരു ആശുപത്രി ആവശ്യങ്ങൾക്കൊക്കെ കടന്നു പോകാൻ ഞങ്ങളുടെ സഹോദരിമാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, വാർദ്ധക്യമുള്ളവരുണ്ട്. എപ്പോഴാണ് ഒരു രോഗാവസ്ഥ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. എങ്കിലും രാത്രി കാലങ്ങളിൽ വണ്ടി വിളിച്ച് ഞങ്ങൾ പോകുന്നത് രോഗിയേക്കാൾ ഒന്ന് ഭയപ്പെട്ട ഞങ്ങൾ കടന്നു പോകുന്നത്. ഇവിടുത്തെ നിയമപാലകരായവർക്ക് ഞങ്ങൾക്ക് വേണ്ടി സുരക്ഷിതമായ ഒരുപാട് നിയമങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് വേണ്ടി അവർ ഉപകാരപ്പെടുത്താൻ അനുവദിക്കില്ല. കാരണം ഈ റോഡ് സൈഡിലൂടെ യാത്ര ചെയ്യുന്ന പല വാർദ്ധക്യമുള്ളവരുടെ കണ്ണിന് കാഴ്ച കുറവുകളുണ്ട്. അപ്പോൾ ഒരു 20 മീറ്റർ എങ്കിലും ഞങ്ങൾക്ക് അങ്ങാപ്പുറത്തേക്കും കൂടി 30 മീറ്റർ അകലത്തിൽ ഈ കാട് വെട്ടിത്തെളിച്ച് ഞങ്ങളുടെ ജീവനും സുരക്ഷിതത്വമായ ഒരു സമീപനം സ്വീകരിക്കാൻ ഇന്ന് വരെ ഇവിടുത്തെ സർക്കാരിൻ്റെ ആളുകൾ ഞങ്ങൾക്കോട് ഫോറസ്റ്റ് അധികാരികളോ യാതൊരു പരിഗണന കാണിച്ചില്ല. ഞങ്ങളുടെ സാമൂഹ്യ പ്രവർത്തകരൊക്കെ ബാല്യക്കാരൊക്കെ പഞ്ചായത്ത് മെമ്പറുണ്ട്, പ്രസിഡന്റ്, അങ്ങനെയുള്ള സാമൂഹ്യ പ്രവർത്തകരെല്ലാം ഈ ആവശ്യങ്ങൾ നിരവധി പ്രാവശ്യം മാധ്യമങ്ങളിലൂടെ നേരിട്ട് ചെന്ന് പറയാൻ ഞങ്ങളോടെല്ലാം ബോധവാന്മാരാക്കി അവർ വീട്ടിൽ കയറി വന്ന് ഞങ്ങൾ ഉപദേശിച്ച് ഞങ്ങൾ ഒന്നടങ്കമായിട്ട് കടന്നു വന്ന് ഈ ഇവരുടെ ഓഫീസുകളുടെയൊക്കെ മുമ്പിൽ ചെന്ന് ഞങ്ങൾ ഈ ആവശ്യങ്ങൾ ഓരോ അപകട മരണങ്ങളും അതുപോലെ മൃഗങ്ങളുടെ ശല്യങ്ങളൊക്കെ വർദ്ധിച്ചു വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ 4 സെൻറ്റ് 2 സെൻറ്റ് ഭൂമിയിൽ ഞങ്ങൾ ജീവിക്കുന്നു. ഞങ്ങൾക്ക് കുരങ്ങ് ശല്യം അതിരൂക്ഷമായിട്ടിരിക്കുക. മണ്ണിൻ്റെ വില അറിയാവുന്ന ഞങ്ങളുടെ കാരണന്മാർ ഞങ്ങൾക്ക് എല്ലാ വിളവുകളും ഭൂമിയിൽ നടന്നു തന്ന് ഞങ്ങളെ അന്നൊക്കെ തന്നു. ഇപ്പം ഞങ്ങൾക്ക് ചെയ്ത് ജീവിക്കാൻ വേണ്ടില്ല. സർക്കാരിൻ്റെ യാതൊരു വരുമാനവും ഞങ്ങൾക്കില്ല. ഇവിടെ പല രീതിയിലും മൃഗങ്ങളെ യാത്രാ സമയത്ത്, കാരണം 5 മണി കഴിഞ്ഞാണ് ഞങ്ങൾ വേലക്കെല്ലാം പുറത്തേക്ക് പോകുന്നത്. 5 മണി 6 മണി കഴിഞ്ഞാണ് 2 വീലർ യാത്ര ചെയ്യുമ്പോൾ പല രീതിയിൽ കാട്ടുപോത്തിൻ്റെ ശല്യം ഞങ്ങൾക്ക് വഴിമധ്യം ഉണ്ടായിട്ടുണ്ട്. കടുവയുടെ ശല്യം, സിംഹം ഒഴിയെ സകല വന്യജീവികളുടെ ശല്യങ്ങൾ ഈ പട്ടണത്തിൽ പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളൊക്കെയാണെങ്കിൽ പലവിധ ആവശ്യങ്ങളൊക്കെ ആയിട്ട് രാത്രി പോകുമ്പോഴൊക്കെ വന്യജീവികളൊക്കെ ഇവിടെ കാണാറുണ്ട്. അവരൊരു സുരക്ഷിതം എന്ന് പറയുമ്പോൾ ചെക്കിങ്ങിലായിരുന്നു അവരതൊന്ന് പറയും, ഇതിലെ പോകരുത്, പറഞ്ഞത് അവിടെ കടുവയുണ്ട്, സിംഹമുണ്ടെന്ന് മാത്രമൊന്നും അല്ലെങ്കിൽ മറ്റ് വന്യജീവികളുണ്ടെന്ന് പറയുന്നില്ലാണ്ട് അതിന് യോഗ്യമായ ഒരു രക്ഷയും ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. മേൽ നടപടികൾക്കൊക്കെ വേണ്ടി ഞങ്ങൾ വളരെ താല്പര്യത്തോടുകൂടി ഈ ആവശ്യങ്ങൾ അതുപോലെ തന്നെ സർക്കാരിൻ്റെ മുമ്പിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നത്. നമ്മൾ ഡെയിലി 1-2 പ്രാവശ്യമൊക്കെ നമ്മളിതിൽ യാത്ര ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വളമൊക്കെ തിരിഞ്ഞ് വരുമ്പോഴേ നമ്മൾ ഈ സാധാരണ ഇതിൽ ഈ കാട് 2 സൈഡിലെ ഒരു കുറച്ച് മീറ്ററുകളോളം നമുക്ക് കാടൊക്കെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വള തിരിഞ്ഞ് വരുമ്പോൾ ഒരു ചെറിയ മൃഗങ്ങളായാലും നമുക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ സാധാരണ ഇതിൽ നേരത്തെയൊക്കെ കുറേയൊക്കെ കാടുകൾ വെട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് ഫോറസ്റ്റുകാരെന്തോ ഈ സൈഡുകളൊന്നും തെളിക്കുന്നുമില്ല. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഡെയിലി യാത്ര ചെയ്യുമ്പോൾ അത്യാവശ്യം നമ്മൾ പകൽ പിന്നെയും കുഴപ്പമില്ല, പക്ഷേ രാത്രിയൊക്കെ ആകുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് വളവ് തിരിഞ്ഞപ്പോൾ ഒരു മൃഗം, ആനയോ അല്ലെങ്കിൽ ചെറിയ മൃഗമോ അല്ല ചെറുതുപോലും നിന്ന് ഒരു മ്ലാവ് പോലും നിന്നാൽ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ അതിലിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കാടൊക്കെ വെച്ചിട്ട് നോക്കിയിട്ട് 2 ആളോ 3 ആളെന്നാൽ പോലും ഒരു കൂട്ടം നിന്നാൽ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ കാടുകൾ നിൽക്കുന്നത്. അത് ഫോറസ്റ്റ് അധികാരികൾ അതൊന്ന് തെളിച്ചു തരുമായിരുന്നെങ്കിൽ നമുക്ക് ഇതിൽ സ്ഥിരം യാത്ര ചെയ്യുന്ന വടാട്ടുപാറക്കാർക്ക് ഒത്തിരി ഗുണമായേനെ. നമ്മളത് ഫോറസ്റ്റ് അധികാരികൾ അതൊന്ന് ചെയ്തു തരണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ നമ്മൾ കാറുള്ള യാത്രക്കാർ അല്ലെങ്കിൽ വലിയ പ്രശ്നമില്ല, പക്ഷേ നമ്മൾ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. നമുക്കൊരു ചെറിയൊരു കുഞ്ഞൊരു മ്ലാവ് നിന്നാൽ പോലും നമ്മൾ കാണില്ല. ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ അത്രയ്ക്കും വലിയ ആന നിന്നാൽ പോലും കാണില്ലാത്ത അത്രമാതിരി കാടാണ് പിടിച്ചു കിടക്കുന്നത്. സാധാരണ ഇതിൽ എല്ലാ വർഷങ്ങളും നമ്മളത് ഫോറസ്റ്റുകാർ അത്യാവശ്യം തെളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പ്രാവശ്യമായിട്ട് അവരത് തെളിക്കുന്നുമില്ല.
അതെങ്ങനെയും അതൊന്ന് തെളിച്ചു തരുകയാണെങ്കിൽ നമുക്ക് വലിയൊരു ഉപകാരമായിരുന്നു. കുട്ടുമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പൂത്താങ്കട്ട് മുതൽ വടാട്ടുപാറയുള്ള മേഖലയിൽ 5 കിലോമീറ്റർ വനത്തിലൂടെയാണ് ഇവിടെയുള്ള 5 വാർഡിലെ ജനങ്ങൾ സഞ്ചരിക്കുന്നത്. നിലവിലെ കാട്ടാന ആക്രമണങ്ങളുടെ നിരന്തരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ വടാട്ടുപാറ മേഖലയിൽ തന്നെയാണ് ഇതിനു മുമ്പ് കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മേഖല ഈ രാത്രി കാലങ്ങളിൽ ഒക്കെ ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ നിരവധി പേർക്ക് ഈ വന്യമൃഗ ആക്രമണത്തിൽ പരിക്കേറ്റ നിരവധി ആളുകളുണ്ട്. അവർക്കൊന്നും ഇതുവരെയായിട്ട് ഒരു ആശ്വാസം എന്ന നിലയിൽ ഒരു രൂപ പോലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈ മേഖലയിൽ സഞ്ചരിക്കുമ്പോൾ ജനങ്ങൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഒരു സൗകര്യവും ഈ ഫോറസ്റ്റ് വകുപ്പിൽ നിന്നോ സർക്കാരിൽ നിന്നോ ലഭിക്കുന്നില്ല. നിലവിൽ ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിൽ ഒരു 30 മീറ്റർ എങ്കിലും കാട് വെട്ടി ജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട സാഹചര്യമുണ്ട്. ഇപ്പോൾ നിലവിൽ ചെറിയ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിലും കാട്ടാന നിലവിൽ വരുമ്പോൾ ജനങ്ങൾക്ക് കാണാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത് മറികടന്നുകൊണ്ട് ഫോറസ്റ്റ് വകുപ്പ് കൃത്യമായിട്ട് ഇടപെടൽ നടത്തിയില്ലെങ്കിൽ ദുരന്തം ക്ഷണിച്ച് വരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇനി മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇവിടെ ജനങ്ങൾ ഈ ആക്രമണത്തിൽ കാട്ടാനയുടെ പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ പ്രശ്നങ്ങളിൽ പൊറുതി മുട്ടിയ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഫോറസ്റ്റ് അധികാരികളെയോ ഇവിടെയുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് സമീപിക്കുമ്പോൾ അവരൊക്കെ നിസ്സഹായ അവസ്ഥയിലാണ്. കാരണം അവർക്ക് വണ്ടി ഓടിക്കാൻ പോലും ഇവിടെ കൃത്യമായിട്ടുള്ള ഡീസൽ നൽകുന്നില്ല എന്നുള്ള സാഹചര്യമുണ്ട്. ഇവിടെ RRT കൃത്യമായിട്ടില്ല. ആന സഞ്ചരിക്കുന്ന മേഖലയിൽ RRTയെ കൃത്യമായിട്ട് പണ്ട് ഇവിടെ വടാട്ടുപാറ ഒരാൾ മരണപ്പെട്ടപ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു ഫോറസ്റ്റ് വകുപ്പ്. RRTയെ നിയമിക്കും, കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തും. എന്നാൽ ഒരു നിരീക്ഷണവും ഇല്ല, ഒരു RRTയും ഇല്ല. പേരിന് കുറച്ച് ഫോറസ്റ്റുകാർ ഇവിടെ വന്ന് നിൽക്കുന്നതെന്നല്ലാതെ വാച്ചർമാരെ നിയമിച്ചിട്ടില്ല. വാച്ചർമാരെ 12 ദിവസത്തെ ശമ്പളം കൊടുത്ത് 30 ദിവസം വർക്ക് ചെയ്യുകയാണ്. ഏതെങ്കിലും വാച്ചർമാർ ആ സാഹചര്യത്തിൽ പണിയെടുക്കാൻ മുന്നോട്ട് വരുന്നില്ല. അപ്പോൾ ഒരു രീതിയിലുള്ള സുരക്ഷിതത്വം ഈ നാട്ടിലെ ജനങ്ങൾക്കില്ല. അത് ശക്തമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്ത് ഇടപെട്ട് അല്ലെങ്കിൽ ഫോറസ്റ്റ് വകുപ്പ് ഇടപെട്ട് ചെയ്തില്ല എങ്കിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ട സാഹചര്യമാണ് വടാട്ടുപാറയിലെ ജനങ്ങൾക്ക് ഇപ്പോൾ നിലവിലുള്ളത്. ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീജനങ്ങൾ ഈ കാട്ടിക്കൂടെ ദിവസവും യാത്ര ചെയ്യുന്നവരാണ്. അവർക്ക് എല്ലാവർക്കും പേടിയാണ്. പല ദിവസങ്ങളിലും പകലും രാത്രി ആനേനെ കണ്ടിട്ടാണ് അവരെല്ലാം പോകുന്നത്. ഇപ്പോൾ വളർന്നു വന്ന കുട്ടികൾ പോലും പുറത്തിറങ്ങാൻ പേടിക്കുന്ന ഒരു സിറ്റുവേഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ RRT ടീമിനെ ശക്തമായിട്ട് തന്നെ നമ്മൾ പ്രവർത്തനത്തിന് ഇറക്കിയാൽ മാത്രമാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും വാച്ചർമാരെ ആണെങ്കിലും ശക്തമായിട്ട് തന്നെ ഇറക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് രാത്രി ഒരു ആശുപത്രി കേസ് വന്നാൽ പോലും പേടിക്കുന്നൊരവസ്ഥ. നമ്മളിവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 2 ആദിവാസി മേഖലകളുണ്ട്. ആ മേഖലയിൽ നിന്നുള്ള ആളുകൾക്കൊക്കെ രാത്രി അവിടെ നിന്ന് കടന്നു വരാനും ഇവിടെ ആണെങ്കിൽ പോലും ആനയെ പേടിച്ചിട്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്.